ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചക്കക്കുരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ. ഇപ്പം ചക്ക സീസണൊക്കെ തുടങ്ങി, എല്ലാവരുടെ വീട്ടിലും ചക്കക്കുരുവും ചക്കയും ഒക്കെ കാണും. അപ്പോൾ ഇന്നത്തെ കറി നമുക്ക് ചക്കക്കുരു വെച്ചുള്ളതാവട്ടെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് നുറുക്കി വെച്ചിട്ടുള്ളത്. ഇനി വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയും ഒന്ന് രണ്ട് വെളുത്തുള്ളി ചതച്ചതും കൂടിയാണ്. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ചതച്ച് വെച്ചിരുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കരിഞ്ഞു പോകരുത്. മൺചട്ടി ആകുമ്പോൾ ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ അങ്ങനെ അടി പിടിക്കാതെ നമ്മൾ നോക്കണം. അപ്പോൾ നന്നായിട്ട് ഇത് വഴന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഒത്തിരി മസാലയൊന്നും ഇടുന്നില്ല, വളരെ കുറച്ച് മസാല മാത്രമായിട്ട് ഇടുന്നുള്ളൂ. അപ്പോൾ അതേ ആദ്യം തന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. അത് എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. എനിക്ക് കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ആ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആട്ടോ. അപ്പോൾ ഇത്രയും മല്ലിപ്പൊടിയും ഞാൻ എടുത്തിട്ടുള്ളൂ. ആ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പൊടികൾ ഒരു കാരണവശാലും കരിഞ്ഞു പോയാൽ ആ ഒരു കരിഞ്ഞ ചൊവ നമ്മുടെ കറിക്ക് വരും. അതുകൊണ്ട് കരിഞ്ഞു പോകാതെ നന്നായിട്ട് മൂത്ത് വരുന്നോടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം നന്നായിട്ട് പൊടികൾ മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ട് കിട്ടിയ ചക്കയുടെ, അതായത് ഈ ചക്ക സീസണിൽ ആദ്യമായിട്ട് കിട്ടിയ ചക്കയുടെ കുരുവാട്ടോ ഇത്. അപ്പോൾ അതേ ചക്കക്കുരുവും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ വേണ്ടത് നമ്മുടെ മെഴുക്കുവരട്ടിക്ക് ആവശ്യമായ ഉപ്പാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ വേണ്ടത് ചക്കക്കുരു വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് വേണം നമ്മൾ വേവിക്കാനായിട്ട്. ചക്കക്കുരുവിന് അത്യാവശ്യം വേവൊക്കെ ഉണ്ട്. ചില ചക്കക്കുരു എന്നാൽ പെട്ടെന്ന് വേവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ചക്കക്കുരു ഒന്ന് മൂടി വെക്കുവാണ്, നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്കപ്പോൾ ഞാൻ മൂടിയൊക്കെ തുറന്ന് ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് വെന്തോ എന്ന് നോക്കണം. മൺചട്ടി അതുകൊണ്ട് അടി പിടിക്കാതെ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഒന്നും കൂടെ ഞാൻ മൂടി വെച്ച് ശരിക്കും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോഴേക്കും നന്നായിട്ട് ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി വെന്ത് കുഴയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ മെഴുക്കുവരട്ടിയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒത്തിരി വെന്ത് കുഴയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നോക്കിയപ്പം ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആദ്യം കറിവേപ്പില ഇടണ്ട കേട്ടോ, ലാസ്റ്റ് കറിവേപ്പില ഇട്ടാൽ മതി. അപ്പോൾ അതേ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് ഒലരാനായിട്ട് ഒന്ന് അതായത് കൂട്ടിയിടാതെ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ നന്നായിട്ട് ചക്കക്കുരു മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ ചക്കക്കുരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കിടിലൻ ടേസ്റ്റാണ്. ചൂട് ചോറിൻ്റെ കൂടെ ഇത് കൂട്ടി കഴിക്കാൻ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.